നമുക്ക് മസ്കറ്റിൽ നിന്ന് നിസ് വരെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വന്നാലോ? ആദ്യം തന്നെ റൂവി ബസ്സിന്റെ തൊട്ട് ബാക്കിലുള്ള GTC ട്രാൻസ്പോർട്ടിൽ നിന്ന് ബസ് ബുക്ക് ചെയ്യുക. രാവിലെ 5:30ക്കാണ് ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 3 റിയാലാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. ബെൻസിന്റെ ബസ് ആയതുകൊണ്ട് ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ 1.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നിസ്വയിലെത്തും. അത് കഴിഞ്ഞ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു കാർ റെന്റിന് എടുക്കുക. കാരണം ഇവിടെ ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം ഒമാനിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് മാർക്കറ്റായ നിസ്വ സൂക്കിലോട്ട്. നിസ്വ സൂക്കും ഫോർട്ടും ഒരേ ലൊക്കേഷനിൽ തന്നെയാണ് വരുന്നത്. ഭയങ്കര ഒത്തന്റിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവരിവിടെ സെൽ ചെയ്യുന്നുണ്ട്. അനീഷ് നിങ്ങൾക്ക് നിസ്വ ഫോർട്ടിലോട്ട് കയറാം. ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് 5 റിയാലാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസുമായിട്ട് പോവാം തനൂഫ് ഡാമിലോട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ വരുന്ന ഡാം വേണ്ടി തിരിച്ചു വരാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പോകാം ഹൽഹോട്ട കേവിലോട്ട്. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 8 റിയാലാണ്. അതൊട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ കേവിൽ കയറാതെ ഇറങ്ങി. അതിനുശേഷം നമ്മളൊരു എക്സിബിഷൻ കൂടെ കണ്ടിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാന്നുള്ളതാണ് ഫലസ് ഗാർഡൻ. അവിടെ പോയി നിന്ന് പിള്ളേരുടെ കുളിസീനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. 10 മണിക്കാണ് അവസാനത്തെ റൂവി ബസ്. അതുകൊണ്ട് നമ്മൾ 7 മണിക്കുള്ള എയർപോർട്ട് ബസ്സിൽ കയറിയാണ് പോയത്.